എന്നാ രാം സിംഗ് പെട്ടിയൊക്കെ ആയിട്ട് സിപ്പ് ഇതിന് സിപ്പില്ലല്ലോ. ക്ലിപ്പ് അത് മാറാൻ പോയി ധൃതിയുണ്ടോ? ഈ നെറ്റൊന്ന് കെട്ടി തന്നിട്ട് പോ. വാ സാർ, ഞാനിത് ടെന്റിൽ കൊണ്ട് വെച്ചിട്ട് വേണം. വാ. ഓ, ഒന്ന് വേഗം മാറോ. എന്താണോ കാലത്തൊന്നും കഴിച്ചില്ലേ? വലിച്ചു കേട്ടെ. അത് മനസ്സിരിക്കട്ടെ. വെയിറ്റ് കൂടുതലാണ് സാരമില്ല, ഇവിടെ ഇപ്പൊ ചാമ്പനെ ഒന്നും തിരഞ്ഞെടുക്കുന്നില്ലല്ലോ. അച്ഛനെ ഞാൻ പൊട്ടിക്കും. അത് കളാ, എന്റെ മോളായതുകൊണ്ട് ഞാൻ തോറ്റു തരാം. വാചകമൊന്നും അടിക്കണ്ട. ക്ലിയർ ഔട്ട്. നെറ്റിന്റെ മോള് ഇങ്ങോട്ടിടണം. അമ്മച്ചിക്ക് എന്നാ പറ്റി? നീ എന്നെ വയറ്റി പറഞ്ഞു, അതിനപ്പുറം ഇനി എന്നെ പറ്റാനാ? അമ്മച്ചിയുടെ ഒരു പൊളിച്ച കോമഡി. കോളനിയുടെ വലിയ സെക്രട്ടറി ആണെന്നാ പാവം. എന്തിനു കൊള്ളാം. പുതുതായിട്ടൊരു താമസക്കാര് കോളനി വന്നിട്ട് അമ്മച്ചി അവരെ ഒന്ന് പരിചയപ്പെട്ടു. ഓ, അല്ല, അവരെ ഈ വീട്ടിലോട്ടൊന്ന് ക്ഷണിച്ചോ? ആ ഇൻസ്പെക്ടറിന്റെ മോന്ത് കണ്ട 6 മണിക്കൂർ തൊഴി ഒഴിക്കാൻ തോന്നും. പല കടന്തലോ മറ്റോ മതി കുത്തികളായിരിക്കും. എപ്പോ നോക്കിയാലും പറയുന്ന മോഹന്തോ ഭയങ്കര ഭംഗിയാ. അമ്മച്ചി ഇൻസ്പെക്ടർ മാത്രമല്ലല്ലോ, അമ്മച്ചി പോലെ അമ്മച്ചിയില്ല അവിടെ. അതെ, എനിക്കിപ്പോ എന്തുവാ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോ അമ്മച്ചിയുടെ പ്രതിച്ഛായ ഒന്നാണെങ്കിൽ മതി. എന്ത് വേണം? ഞാൻ എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വമായിരുന്നില്ല. എന്ത് പറ്റി രാംസിംഗ്? പറയൂ. എന്നെ മനസ്സിലായില്ലേ? അത് കൊള്ളാം. നമ്മൾ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു. അതല്ല, രാംസിംഗിന്റെ പ്രശ്നം എന്താ? തുറന്നു പറയൂ. കുടിക്കാൻ വല്ലതും വേണോ, അതോ കാശ് വേണോ? വേണ്ട, कुछ नहीं, कुछ नहीं मैं साहब. आपको वेजिटेबल और फिश एनीथिंग चाहिए? ഇപ്പൊന്നും വേണ്ടല്ലോ. ठीक है मैं साहब, मैं चलता हूँ. എന്നെ മനസ്സിലായില്ലേ? ഇല്ലായിരിക്കും. साहब 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 हमको एक संशय. തനിക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. 3 साल पहले, സോറി, പരസ്പരം സ്നേഹിച്ചിരുന്ന 2 പേർ 3 വർഷത്തിന് ശേഷം കണ്ടുകൂട്ടി. അതിലൊരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതെന്ത് അത്ഭുതമാണ് സാർ? സാർ റൈറ്റർ അല്ലേ? ഈ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീയോ പുരുഷനോ? സ്ത്രീയാ. പിന്നെന്തിനാ 3 വർഷം? 3 സെക്കൻഡ് മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ത്രീ ഒരു പ്രതിഭാസം എന്ന ഞാൻ എഴുതിയ ഒരു നോവലുണ്ട്. എന്റെ അനുഭവ കഥയാ. DC ബുക്സ് കിട്ടും, മേടിച്ച് വായിച്ചു നോക്കുക. അതെ, ആരാ ഈ കഥാപാത്രം? അത് ഞാൻ വെറുതെ സംശയം ചെയ്തിരുന്നുള്ളൂ. ശുക്രിയ സാർ. ഭീമോള് പറയൂ, അതെന്താ? കുതിര. കുതിര. അയ്യേ, തെറ്റിയല്ലോ. റഷീദ് പറയൂ, അതെന്താ? ആന.
ആനയോ? ആനയ്ക്ക് തുമ്പിക്കയുണ്ടാവില്ലേ? ആ വർഷപ്പുറത്തിൽ തുമ്പിക്കയുണ്ടോ? ഒട്ടകം. ഉറക്ക പറയൂ. ഒട്ടകം. ഒട്ടകം. എല്ലാവർക്കും മനസ്സിലായോ? ആ. ഇനി വേറെ ചിത്രം വരയ്ക്കാം. അകത്ത് വരൂ. ഞങ്ങളിത് അവിടെ. ആ, അറിയാം. കുട്ടി മാത്രമേ ഉള്ളൂ? ബ്രദേഴ്സോ സിസ്റ്റേഴ്സ്? ആരുമില്ല. അച്ഛനും ഞാനും മാത്രം. ടീച്ചറുടെ പേര് നിർമ്മല എന്നല്ലേ? അതെ. എങ്ങനെ അറിഞ്ഞു? വേറെ വിശേഷമൊന്നും ചെയ്യാനില്ലാത്തോണ്ട് ഗാന്ധിനഗറിലെ എല്ലാരെ പറ്റിയും ഒരു അന്വേഷണം നടത്തി. അങ്ങനെ അറിഞ്ഞു. ഞാൻ അന്വേഷണമൊന്നും നടത്താത്തോണ്ട് കുട്ടിയുടെ പേരറിയില്ല. ഓ സോറി, ഐ എം മായ. എങ്ങനെ ടീച്ചറുടെ കുട്ടികളോടുള്ള സമീപനമൊക്കെ? ഒരാളെ ഒന്നിനും കമ്പൽ ചെയ്യില്ല, സ്വതന്ത്രമായി അങ്ങ് വിട്ടേക്കും. കളിക്കാനായാലും വരയ്ക്കാനായാലും പാടാനായാലും കുട്ടികളുടെ ടേസ്റ്റിന് വിലക്കുകളില്ല. എന്നിട്ട് ഒബ്സർവ് ചെയ്യും. ഇൻബോൺ ടാലൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ദാറ്റ്സ് ഗുഡ്. ആ, എന്നിട്ട് രാം സിംഗിനെ പരിചയമില്ലേ? आप हमारे गेस्ट है ना, एक गिलास दूध पियो. हाँ? ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ വേണ്ടാഞ്ഞിട്ടാ. ഞാൻ പിന്നെ വരാം ടീച്ചർ. भाई साहब, ये एटमॉस्फेयर कैसा है? पसंद है? हिंदी मालूम नहीं आपको? എന്റെ ഭാഷ അറിയില്ലേ? ചില വാക്കുകളൊക്കെ അറിയാം. അച്ഛാ, എനിക്ക് മലയാളം നന്നായി അറിയാം. ये कॉलोनी के लोग बहुत अच्छा आते हैं. സോറി, മലയാളം സംസാരിച്ചാൽ മതിയല്ലോ. ഈ കോളനിയിലുള്ള എല്ലാവരും വളരെ നല്ല മനുഷ്യരാണ്. മേസാബിന്റെ പേരെന്ന്? വേണ്ട, ഞാൻ മേം സാബ് എന്ന് വിളിച്ചോളാം. രാംസിംഗിന്റെ നാട് എവിടെന്നാ പറഞ്ഞു? നീപ്പാൾ. നീപ്പാൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നീപ്പാൾ അല്ല. ഈ നീപ്പാളും ടിബറ്റും കൂടെയുള്ള ഒരു ബോർഡറാണ്. ഈ ദലൈലാമാന്ന് കേട്ടിട്ടില്ലേ? ആ പ്രശ്നം വന്നപ്പോ ഹംലോ ഹിന്ദുസ്ഥാൻ മേ ആകെ. രാംസിംഗിന്റെ ഫാമിലി ഒക്കെ? ഫാമിലി ഞാൻ ബാച്ചലറാണ്. മേരാ പിതാജി ബഹനും ഒക്കെ നീപ്പാളിലാണ്. आपको എന്റെ സഹായമെല്ലാം വേണമെങ്കിൽ ഹമേശ ഹം തയ്യാർ ഹൈ, ബഹുത് ഖുശി കെ സാത്ത്, വളരെ സന്തോഷത്തോടുകൂടി. പണ്ടേ വേഷം കെട്ടുകാരനായതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സേതുവിന്റെ മിടുക്ക് ഇനി എന്റെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കരുത്. മൂർഖ, എടാ ഗൂർഖ, എനിക്ക് കുറച്ച് മദ്യം വേണം. നിന്നെ ഞാൻ ഒരു വേലക്കാരനായി കണക്കാക്കിയിട്ടല്ല. എനിക്കിപ്പോ അധികം നടക്കാൻ മേല. സാബ് ഇപ്പൊ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ പോരാ. സാബിനുള്ള സ്നേഹം കൊണ്ട് പറയാ. സ്നേഹിക്കാൻ നീയാരാ? എന്റെ ഭാര്യ. നിനക്ക് പറ്റുമോ അത് പറ. വേണ്ട സാർ. വേണം. ഒരു കാര്യത്തിനും രണ്ടാമതൊരിക്കൽ ആരോട് ഞാൻ അപേക്ഷിക്കാറില്ല. എനിക്കറിയാം വാങ്ങിച്ചോണ്ട് വരാൻ. സാബ്, ഞാൻ പോയിട്ട് വരാം. നോ സാബ്, ഈ നില പോണ്ട. നീ എന്നോട് സഹകരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എടാ എടാ, നിനക്ക് എന്റെ ശ്രീദേവി അറിയൂ? ഇല്ല. ഭാഗ്യവാൻ. ഞാൻ അവളെ അറിയാൻ ശ്രമിച്ചു. അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തര്. അവൾ എന്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അവൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ ഒടുവിൽ അവൾക്ക് എന്നെ വേണ്ടാതായി. നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാവോ? എവിടെ അറിയാൻ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. വിവേകനൊരു കത്തെഴുതണമെന്ന് വിചാരിച്ചിട്ട് നീ എന്താന്ന് ഓർമ്മിപ്പിക്കായിരുന്നേ? എഴുതി കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ? ഞാൻ മറന്നുപോയി. മോശമായിപ്പോയി. അവൻ എന്ത് തോന്നി കാണും? വിവേക് എപ്പോഴാ നാട്ടിൽ വരുന്നത്? എന്തെങ്കിലും ഒരു തീരുമാനം അറിയിച്ചാ ഉടനെ എത്താമെന്ന് എഴുതിയിരിക്കുന്നത്.
ഞാൻ അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കിയതുകൊണ്ടുള്ള കടപ്പാടുകൊണ്ടൊന്നും അല്ലെന്ന് അവൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മോളെ, ഞാൻ വിവേകൻ എന്തെഴുതണം? മോളെ, അച്ഛൻ നിന്നെ വിഷമിപ്പിക്കാനും തോന്നുന്നുണ്ടോ? വേണ്ട, ഞാൻ തൽക്കാലം വിവേകൻ ഒന്നും എഴുതുന്നില്ല. പക്ഷേ അച്ഛന് സ്വല്പം വിഷമമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. പറഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ മായയോട് ചെയ്തത്. മായ എന്നിൽ നിന്ന് അകലാതിരിക്കാൻ കൂട്ടുകാർ ഉപദേശിച്ചത് കേട്ടുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറ്റിയത്. പക്ഷെ അതൊന്നും മായ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. മായ എന്നല്ല, ഒരു പെൺകുട്ടിയും വിശ്വസിക്കില്ല. മായക്കറിയാലോ, ദാരിദ്ര്യമായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. നാട്ടിലെനിക്കൊന്നുമില്ല. ചേച്ചിയും ഭർത്താവും അവർക്കൊക്കെ എന്നെ വേണ്ടതായിട്ട് കുറെ നാളായി. മായയോട് അടുപ്പം തോന്നിയപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്കൊരിക്കലും അർഹിക്കാത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാണണം എന്ന് ഒരുപാട് മോഹം ഉണ്ടായിട്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നതും അതുകൊണ്ടാണ്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. ദുബായി പോയി കുറെ കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കാശ കളഞ്ഞു. ഒന്നും ശരിയായില്ല. ഇതേ വേഷം കെട്ടിലെല്ലാം വെറും ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്. ദാരിദ്ര്യം എന്താണെന്നറിയാത്ത മായയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പിന്നെ വിഷമിപ്പിക്കുകയാണല്ലേ. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാന്ന്. എന്നെ കാണുമ്പോൾ മായയ്ക്ക് ദേഷ്യം തോന്നും, വെറുപ്പ് തോന്നും, ദുഃഖം തോന്നും. ഞാൻ പോകുന്ന എന്നാ നല്ലത്. ആത്മാർത്ഥമായിട്ട് പറയാ, ഞാൻ കാരണം ഇനി മായ വിഷമിക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും സ്ഥലത്ത്, വേറെ ഏതെങ്കിലും ഒരു വേഷത്തിൽ അതൊന്നും സാരമില്ല. എനിക്ക് വിഷമം തോന്നുന്നു മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇവിടുന്ന് പോണമെന്നില്ല. പക്ഷേ പഴയ മായയല്ല ഞാനിപ്പോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല മനസ്സാ. ഒത്തിരി കുടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നല്ലാതെ മറ്റാർക്കും ഒരു ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ധാരാളം വായിച്ചറിവുള്ള ഒരു മനുഷ്യനാ. എന്ത് ചെയ്യാന്? എന്ത് വായിച്ചിട്ടെന്താ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഭഗവാനേ ഉള്ളൂ. ഒരു സംഭവകഥയുടെ ചുരുൾ നിവരുന്നു എന്നൊരു പരസ്യം ആദ്യം ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ സംഭവത്തിന്റെ ഒരു രത്നം ചുരുക്കം പറയാമോ? അതിനൊരു പരസ്യവാചകം നമുക്ക് ഉണ്ടാക്കാലോ. അലക്കി തിരുമ്മി നിറം മങ്ങിയ ബ്ലൗസുമിട്ട് കണ്ണുകളിൽ വിഷാദ ഛവിയുമായി ക്ലാസ് മുറിയിലെ പിൻബെഞ്ചിൽ ഒരു കോണിൽ അവൾ ഇരിക്കും. നമ്മുടെ നായിക ഒരു ചോരക്കുഞ്ഞായിരുന്നപ്പോൾ അനാഥാലയത്തിന്റെ കവാടത്തിൽ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയതായിരുന്നു അവളെ. അത് കൊള്ളാം, നല്ല ലേഡി സെന്റിമെന്റ്സ് കിട്ടുമല്ലോ. അതെ, അനാഥാലയത്തിലെ ചോരക്കുഞ്ഞ് എന്ന് പേരിട്ടാൽ സ്ത്രീകളെ നമുക്ക് എളുപ്പം വീഴ്ത്തിക്കൂടെ? നമ്മുടെ നായകൻ ഒരു കോളേജ് അധ്യാപകനാണ്. ആരെയും കൂസാത്ത പ്രകൃതം, തൊട്ടാൽ ചോര തെറിക്കുന്ന പ്രായം. അത് മതി, അത് മതി, ഈ പേര് മതി. ചോര തെറിക്കുന്ന പ്രായം. താനൊന്നും ചലിക്കാതിരിക്കണോ? ഇത്ര എഴുതി ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എനിക്കൊരു പേരിടാൻ പറഞ്ഞൂടെ? അല്ല, ഈ പെൺവായനക്കാരെ നമുക്ക് വീഴ്ത്തണം, അതാണ്. അതിന് വായിച്ചോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ തള്ളി താഴെ ഇട്ടാ മതി, വീണ് കിട്ടും.
ആ പ്രൊഫസർ മരിച്ചടനെ അങ്ങനെ പറ്റി എഴുത്തു തുടങ്ങിയില്ലേ? അങ്ങയുടെ ചാവുമാന്തി മുമ്പിൽ ഇട്ട് കൊടുക്ക്, കൊണ്ട് തിന്നട്ടെ. കഥയുടെ ബാക്കി ഭാഗം ഞാൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞുതരാം. ഓ. ഏതായാലും പേര് അനൗൺസ് ചെയ്തോളൂ. കുഞ്ഞാറ്റക്കിളികളെ കൂടെ ഇവിടെ. കുഞ്ഞാറ്റക്കിളികളെ കൂടെ വിടെ. മതി മതി, കൊള്ളാം കൊള്ളാം. ടോമി ക്രിസ്ത്യാനിയും ഞാൻ ഹിന്ദുവും. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അയ്യോ, കെ ജെ കുട്ടിച്ചേരുടെ മോളവനാണ് സംസാരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രസന്നയുടെ അച്ഛൻ എഴുതിയ 100 കണക്കിന് നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അവയിലൊക്കെ പല പല കാമുകന്മാര് ജാതിയുടെ മതത്തിന്റെ മതിൽക്കെട്ട് പൊട്ടിച്ച് ഒന്നായി തീരുന്നത് വായിച്ച് ഞാൻ എത്ര പ്രാവശ്യം രോമാഞ്ചം അണിഞ്ഞിട്ടുണ്ടെന്നറിയോ? ഓ, പ്രസന്നയുടെ കാര്യം കഷ്ടം തന്നെ. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറയുന്നതല്ല, തിരിച്ച് പ്രയോജനം കിട്ടുന്നില്ലല്ലോ. എന്നോട് രാം സിംഗ് അവിടെ വന്നേ. എടോ സിംഗെ, താനാണത് വില്ലനാണല്ലോ. എന്തിനാ വിളിച്ച കാര്യം പറ. അല്ല, താൻ ആ ടീച്ചറിന്റെ കിൻഡർ ഗാർഡനിൽ കിടന്ന് വിലസ് കാണല്ലോ. എന്തിനാ വിളിച്ചെന്ന് എനിക്ക് തിരക്കുണ്ട്. ആ ഇൻസ്പെക്ടർ മോളെങ്ങനെ? മനസ്സിലായില്ല. അല്ല, താൻ ആ കുട്ടിയുമായി സംസാരിക്കുന്നതും നടക്കുന്നതൊക്കെ കണ്ടു. ഒരു ലൈനിൽ വീഴുന്ന ടൈപ്പാണോ? താൻ ഒരു കാര്യം ചെയ്യും, ഇനി ആ കൊച്ചിനെ കാണുമ്പോ താൻ എന്നെ പറ്റി ഇന്ന് പോഴ്ത്തി സംസാരിക്കണം. അത് തനിക്ക് ചായ കുടിക്കാനുള്ള കാശാണ് ഒപ്പിച്ചത്. എന്താ വെറുതെ തടി കടാക്കല്ലേ. രാം സിംഗ് അവിടെ ഞങ്ങളൊക്കെ ചേർന്നത് എനിക്ക് ശമ്പളം തരുന്നത്, അത് മറക്കണ്ട.